ഹലോ ഫ്രണ്ട്സ്, എപ്പിസോഡ് 1ൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മുടെ ബോം നമ്മുടെ നായകനെ കോൾ ചെയ്യാണ്. അപ്പോൾ ബോമാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഞാൻ നിങ്ങളുടെ നീസിൻ്റെ ഹോം റൂം ടീച്ചറാണ്, ബോമാണെന്ന് പറയാണ്. ബോമാണെങ്കിൽ ജേഗുവിൻ്റെ അടുത്ത് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജേഗു പറയാണ്, ഓ ഇപ്പോൾ തന്നെ വരണം, ഞാൻ ദേ വരുന്നു എന്ന് പറയാണ്. അപ്പം നമ്മുടെ ബോം പറയണേ, ഏയ് അല്ലല്ല ഇപ്പോഴല്ല, നെക്സ്റ്റ് മൺഡേ 4 PM ആ ഒരു ടൈമിൽ നിങ്ങൾ അവൈലബിൾ ആണോ? അങ്ങനെയെങ്കിൽ ആ ഒരു ടൈമിലേക്ക് മീറ്റിംഗ് വെക്കാമെന്ന് പറയാണ്. അപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ഓക്കെ എന്ന് പറയാണ്. പക്ഷേ ഇവളുടെ ഫോൺ സ്പീക്കറിലായതുകൊണ്ട് തന്നെ ഇവിടെ ഓൾറെഡി കുറച്ച് സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് അവരൊക്കെ അപ്പം തന്നെ പോവുകയാണ് കേട്ടോ വീട്ടിലേക്ക്. ഇവള് കോള് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ടീച്ചറാണ് ഏറ്റവും ലാസ്റ്റ് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ടീച്ചർ ഉള്ളടുത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ലാംഗ്വേജ് ടീച്ചറിൻ്റെ 2 കൈമയും ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ, പ്ലീസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് രണ്ടാളും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ബോമാണെങ്കിൽ തലേദിവസം ഈ വഴിയിൽ വെച്ചിട്ടുണ്ടായ കാര്യങ്ങൾ, അതായത് നമ്മുടെ അങ്കിളിനെ മീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബോം പറയുന്നുണ്ട്, ഈ സ്കൂളിലും മുൻപത്തെ സ്കൂളിലത്തെ പോലെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആകെ പെട്ടുപോകുമെന്ന് പറയാണ്. അപ്പം നമ്മുടെ ലാംഗ്വേജ് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ സിയോളിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നത്, എന്തായിരുന്നു ആ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ബോമിനാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ലാത്തതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ മാറ്റി വിടുകയാണ്. ഇപ്പം ലാംഗ്വേജ് ടീച്ചറാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഒരേ ഒരാളുടെ മുമ്പിൽ ജയിക്കും മിണ്ടാണ്ട് നിന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. ലാംഗ്വേജ് ടീച്ചർ പറയുന്നുണ്ട്, നമുക്ക് ആദ്യം സ്പൈസി സ്ക്വിഡും പോർക്കും ഓർഡർ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ഓർഡർ എടുക്കാനുള്ള അവിടുത്തെ ലേഡി അങ്ങോട്ട് എത്തുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നായികയാണെങ്കിൽ സ്പൈസി സ്ക്യൂട്ടും പോർക്കും പിന്നെ ടോഫു വേണം, ടോഫു മൈൽഡ് ആയിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ ഈ ഓർഡർ എടുക്കാൻ വന്ന ലേഡിക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നിട്ട് ബോമിനെ ഈ ഒരു ലേഡി നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അത് ചുറ്റുമുള്ള എല്ലാവർക്കും കേൾക്കാം, ഹോട്ടലിലുള്ള എല്ലാ മനുഷ്യർക്കും കേൾക്കാം. ഇത്രയും തിരക്കുള്ള സമയത്ത് കയറി വന്നിട്ട് ഇത് അത് മറ്റത് മറിച്ചത് എന്നൊക്കെ പറയാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ നിന്ന് ഒരെണ്ണം കിട്ടും ആ മുഖത്ത് നോക്കിയിട്ട്, ഇങ്ങനത്തെ രീതിയിലാണ് കേട്ടോ ഈ ഒരു ലേഡി സംസാരിക്കുന്നത്. ലാംഗ്വേജ് ടീച്ചർ എന്നിട്ട് ബോമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതേപോലെ നല്ല ഹാർഡായിട്ട് സംസാരിച്ചാൽ മതി അവൻ്റെ മുമ്പിൽ, അവൻ തോറ്റുപോയത് ഈ ഒരു ലേഡിയുടെ മുമ്പിൽ മാത്രമാണ്. ബോം പറയുന്നുണ്ട്, ഏയ് ഇതുപോലെയൊന്നും എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. ബോം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷേ ഇത്രയ്ക്കൊന്നും ഹാർഡായിട്ട് അവളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവൾ പറയുമ്പോൾ ഒക്കെ സോഫ്റ്റായി പോവാണ്. അപ്പോൾ നമ്മുടെ ലാംഗ്വേജ് ടീച്ചറാണെങ്കിൽ വേറൊരു ഐഡിയ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അവളെയും കൊണ്ട് ഒരു സലൂണിലേക്ക് പോവാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽ ലുക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളുടെ മുടിയും സ്റ്റൈലും മൊത്തത്തിലങ്ങ് മാറ്റുകയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഐഡിയയും നമ്മുടെ ബോമിന് വർക്കൗട്ട് ആവുന്നില്ല. അവൾക്ക് തീരെ സെൽഫ് കോൺഫിഡൻസോ അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ദേ നെക്സ്റ്റ് സീനിൽ ആ ഒരു ദിവസത്തെ, അതായത് പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിൻ്റെ ദിവസം, നമ്മുടെ ബോം അങ്കിളിനെ മീറ്റ് ചെയ്യുന്ന ദിവസം. ബോം ആണെങ്കിൽ ഇന്ന് നല്ല ക്യൂട്ട് ആൻഡ് സ്റ്റൈലായിട്ടാണ്, അവളുടെ ഒരു സെൽഫ് കോൺഫിഡൻസ് കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. പിള്ളേരെല്ലാവരും ഭയങ്കര ക്യൂരിയസ് ആവുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി ടീച്ചർക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് വന്നിരിക്കുന്നതെന്ന്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവള് തിരിച്ച് ഓഫീസ് റൂം അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ ടീച്ചേഴ്സും ദേ പോവാൻ നിൽക്കുകയാണ്. എല്ലാവരും പോയോണ്ടിരിക്കുകയാണ്, ആരും അവിടെ നിൽക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ജയ്ഗു വരും. അപ്പോൾ ജയ്ഗുവിൻ്റെ മുമ്പിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും സമയമാവുന്നതിന് മുൻപ് തന്നെ വീട്ടിലേക്ക് പോകുന്നത്. അതെ, ഈ ലാംഗ്വേജ് ടീച്ചർ എന്ന് പറയാനൊരു സുഖമില്ല. അവരുടെ പേര് സിയോ എന്നാണ്. അപ്പോൾ ടീച്ചർ സിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം കേട്ടോ ഇനി. ഇവളാണെങ്കിൽ ടീച്ചർ സിയോൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടീച്ചർ സിയോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പോകണം, കുറച്ച് എമർജൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ നീസിനെ കാണുന്നത്. ബോമാണെങ്കിൽ നീസിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ അങ്കിൾ വരുന്നുണ്ട്, അങ്കിൾ വന്നു കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ അവൻ പറയുന്നുണ്ട്, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്ന് ടീച്ചറല്ല അന്ന് എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ് കേട്ടോ. ബോമിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. അവൾ ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ കേട്ടോ, ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറക്റ്റ് സമയമായപ്പോൾ നമ്മുടെ നായക് ദേ സ്കൂളിലെത്തി. അവൻ്റെ കയ്യിലാണെങ്കിൽ വലിയൊരു ചെടിച്ചട്ടിയൊക്കെ ഇട്ടിട്ടോ, ഇത് അവന് മാത്രമേ പൊന്തിക്കാൻ പറ്റുള്ളൂ, അത്രയും വലുതാണ്. അങ്ങനെ ദേ അവൻ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി വരികയാണ്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് വേറൊരു സ്ഥലമാണ് കേട്ടോ. അവിടെയാണെങ്കിൽ നമ്മുടെ നായകൻ ഡ്രസ്സ് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഫുൾ ഒഫീഷ്യൽ ആയ രീതിയിൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയാണെങ്കിൽ വലിയൊരു ലോയറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര റൂഡൊക്കെ ആയിട്ടാണ് ഫോണിൽ സംസാരിക്കുന്നത്. പക്ഷേ വഴിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇവൻ നല്ല രീതിയിൽ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ഒരുപാട് വർഷമായിട്ട്, അതായത് ഇവനൊരു ലോയർ ആയതിന് ശേഷം തൊട്ട്, ഇവൻ പണ്ട് സ്കൂളിലോ കോളേജിലോ ഒന്ന് പഠിക്കുന്ന സമയത്ത് ഇവനെ എപ്പോഴും ഉപദ്രവിച്ചിരുന്ന ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അയാൾ എവിടെയാണെന്ന് കണ്ടുകിട്ടിയിട്ടില്ല കേട്ടോ. ഈ കണ്ണട വെച്ച ആളാണ് ഇന്നത്തെ നമ്മുടെ ലോയർ കേട്ടോ. പക്ഷേ ഓപ്പോസിറ്റ് ഇവനെ ഇടിച്ച ആളെയാണ് ഇവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവനെ പണ്ട് ഈ ഉപദ്രവിച്ചിരുന്ന ആ പയ്യനെ ഇവന് കണ്ടുപിടിക്കണം. അതാണ് ഇവൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ. ഇവൻ എപ്പോഴും ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് നടക്കുന്നത് ഏത് മൊമെൻറ്റിലാണ് അവനെ കാണുന്നത്, പണ്ട് ഇവനെ ഉപദ്രവിച്ച ആളെ കാണുന്നത് വെച്ചാൽ അവൻ്റെ മുമ്പിലൊന്ന് നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് ഇവനെ ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഇവനൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാണെന്ന് ഒരു മൊമെൻറ്റിൽ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇവനെ പണ്ട് ഉപദ്രവിച്ച ആൾ വേറെ ആരുമല്ല, നമ്മുടെ നായകനാണ്, സൺ ജേങ്ക്യു ആണ്.
നമ്മുടെ നായകന് അഗെയിൻസ്റ്റ് ആയിട്ട് ഓൾറെഡി ഒരു കംപ്ലയിൻറ്റ് ഇവൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നായകൻ്റെ അഡ്രസ്സ് മാത്രം അവന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് നമ്മുടെ ലോയർ. ഇതേ സമയം നമ്മുടെ നായകനാണെങ്കിൽ ഇതേ ബോംബിൻ്റെ അടുത്ത് എത്തിയിട്ടോ. വലിയൊരു ചെടിയൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. ഈ ചെടി എന്തിനാ ഇവൻ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് ഇവൻ വന്നപ്പോൾ ഒരു ചെടിച്ചട്ടി നിലത്ത് വീണ് പൊട്ടിയിരുന്നല്ലോ. അപ്പോൾ പല സാധനങ്ങളും പൊട്ടിയിരുന്നെങ്കിലും ഇതെന്തായാലും തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവിടുത്തെ ഡെസ്കൊക്കെ ഭയങ്കര ഹൈറ്റ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ ആ ഡെസ്കൊക്കെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോമിൻ്റെ അടുത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടാട്ടോ ഇരിക്കുന്നത്. ബോമാണെങ്കിൽ ഓൾറെഡി ടെൻഷനിലാണ്. ഇവൻ ഇത്ര അടുത്തും കൂടി വന്നിരുന്നപ്പോൾ അവളുടെ ടെൻഷൻ അങ്ങ് കൂടി. ബോമാണെങ്കിൽ ഫുള്ള് സംസാരിക്കുന്നത് ഇവൻ്റെ നീസിൻ്റെ പഠിത്തത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. പക്ഷേ ഇവനാണെങ്കിൽ സംസാരിക്കുന്നത് നമ്മുടെ ബോമിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ സിയോൾ എന്നല്ലേ വരണേ, എനിക്ക് സിയോളത്തെ ആക്സൻ്റ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് സിയോളത്തെ ആക്സൻറ്റിലൊക്കെ ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആണെങ്കിൽ ഇവൻ്റെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാതെ കാര്യം പറയുന്നുണ്ട്. അതായത് ഇവൻ്റെ നീസിന് നല്ല മാർക്കൊക്കെ ഉണ്ട്. പക്ഷേ കോളേജിൽ പോകാൻ എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇവൻ പറയുന്നുണ്ട് അവന് കോളേജിൽ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവൻ പോകണ്ട. ബോമാണെങ്കിൽ നീസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവന് നന്നായിട്ട് നോക്കാൻ അറിയാം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ടെൻഷനില്ല. അവൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ എങ്ങനെ പെരുമാറുന്നത്, അവൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്, നല്ല ഫ്രണ്ട്സാണോ, ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ റെസ്പെക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട് ഓ അതിനൊക്കെ അവൻ നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, നല്ല റെസ്പെക്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ നായകനാണെങ്കിൽ വീണ്ടും ഇവളുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫുൾ നെയിം എന്താ, നിങ്ങളുടെ പ്രായം എത്രയാണ്, നിങ്ങളുടെ പേരിന് ഒരു സിലബിളല്ലേ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങളാട്ടോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ബോമാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ലാസ്റ്റ് നമ്മുടെ നീസിൻ്റെ ഗ്രേഡ് കാർഡ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളൊന്ന് ഡീപ്പായിട്ട് ഈ ഗ്രേഡ്സിലേക്ക് നോക്കിയ സമയത്ത് ഇവനും ഇവളുടെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവൻ ഇത്രയും ക്ലോസ് ആയി വന്നിരുന്നിട്ട് ഈ ഗ്രേഡ് കാർഡ് നോക്കുന്ന കാണുമ്പോൾ ഇവൾ പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സീൻ കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡോടെ എൻഡ് ആവുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.